ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രി ഇസ്രയേലിലെ ഹൈഫ നഗരത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രയേലിന്റെ ഡ്രോണുകളും ക്വാഡ്കോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടു എന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ വധിക്കാൻ ഇസ്രയേൽ അനുവാദം ചോദിച്ചെന്നും എന്നാൽ അത് അമേരിക്ക വീറ്റോ ചെയ്തുവെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാനിൽ ഇതുവരെ 400-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്ന ദൃശ്യം ഇസ്രയേൽ പുറത്തുവിട്ടു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, വലിയ പോരാട്ടം തന്നെ നടക്കുന്നു. ഇരുപക്ഷത്തും കാര്യമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഇറാനിൽ വലിയ രീതിയിൽ ആൾനാശം, ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുവിടുന്നു. രാത്രി വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്നലെ രാത്രി എത്രത്തോളം നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടായിട്ടുണ്ട്? ശ്രീജ, ഇന്നലെ ഇരുഭാഗത്തും കനത്ത നാശനഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാൻ ഇസ്രായേലിലേക്കും ഇസ്രായേൽ തിരിച്ച് ഇറാനിലേക്കുമെല്ലാം കനത്ത ബോംബിങ്ങും മിസൈൽ ആക്രമണവും ഷെല്ലാക്രമണവും അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഔദ്യോഗികമായി തന്നെ 3 മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ നിന്നും. അതോടൊപ്പം തന്നെ 60-ലേറെ പേർക്ക് പരിക്കേറ്റും എന്നതും ഔദ്യോഗികമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അവിടുത്തെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. 1500-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇസ്രായേലിലുള്ളത്. ഈ വിദ്യാർത്ഥികൾ പലരുടെയും റിപ്പോർട്ട് അവർ നേരിട്ട് തന്നെ പറയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ അവരുടെ താമസിക്കുന്ന ഹോസ്റ്റലുകൾക്കടുത്തുമെല്ലാം കനത്ത രീതിയിലേക്കുള്ള ബോംബിൻ്റെ സൗണ്ട് തുടർച്ചയായി കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവർ കനത്ത ഭയത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കഴിഞ്ഞ 2-3 ദിവസമായി ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും എത്രയും വേഗം അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി അവർ ഉന്നയിക്കുന്നത്. കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്നുള്ളതും പല വിദ്യാർത്ഥികളും ഉന്നയിക്കുന്നുണ്ട്. കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കൂടുതൽ പേരും ഇസ്രായേലിലുള്ളത്. അവിടെയുള്ള വിദ്യാർത്ഥികളുടെ കാശ്മീർ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ഇടപെട്ടിട്ടുണ്ട്. അത്തരമൊരു അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തണം എന്നുള്ളത്. ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി ഈ വിദ്യാർത്ഥികളോട് അവിടെ അവരുടെ വിവരങ്ങൾ, സ്വകാര്യ വിവരങ്ങൾ സമർപ്പിക്കാനായി അറിയിച്ചിട്ടുണ്ട്. അവർ സുരക്ഷിതരായിരിക്കണമെന്നും അല്ലെങ്കിൽ പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള മറ്റ് സുരക്ഷാ മുൻകരുതലുകൾ ഒക്കെ നൽകിയിട്ടുണ്ട്. റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ കരമാർഗം അവിടെയുള്ള റഷ്യൻ പൗരന്മാരെ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വ്യോമ അതിർത്തി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിമാനമാർഗം മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ മറ്റേതെങ്കിലും രാജ്യം വഴി നേരത്തെയൊക്കെ സമാനമായ സംഭവം ഉണ്ടായ ഘട്ടത്തിലൊക്കെ ചെയ്തതുപോലെ മറ്റൊരു രാജ്യം വഴി യുക്രൈനിലൊക്കെ വിഷയത്തിലുണ്ടായപ്പോൾ മറ്റ് രാജ്യങ്ങൾ വഴിയൊക്കെ നമ്മൾ വിദ്യാർത്ഥികളെയും ആളുകളെയൊക്കെ നാട്ടിലെത്തിച്ചിരുന്നു. അത്തരത്തിലൊരു രക്ഷാപ്രവർത്തനം ആവശ്യമാണ് എന്നുള്ള ആവശ്യമാണ് പ്രധാനമായി ഇവർ ഉന്നയിക്കുന്നത്. ഇവരുടെ വിവരണം അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായി തന്നെ രാത്രിയിൽ ഇവർ താമസിക്കുന്നിടത്തൊക്കെ ഇവർക്ക് തന്നെ നേരിട്ട് ദൃശ്യങ്ങളൊക്കെ കാണാം. അവർ അയച്ചു തന്ന ദൃശ്യങ്ങളടക്കം പലതുമുണ്ട്. ആകാശത്ത് അത്തരം മിസൈലുകൾ വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം തകർക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ കടുത്ത ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇന്നലെ പ്രധാനമായും അവിടെ ആക്രമണമുണ്ടായത് ടെൽ അവീവിലും ഹൈഫയിലുമാണ് ആക്രമണം ഉണ്ടായത്. ജനങ്ങൾ ഇവിടെയെല്ലാം ഭൂഗർഭ അറയിലേക്ക് മാറാൻ ഇസ്രായേൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യ ഇസ്രായേലിലെ ജാഫയിലും യമൻ ഹൂതികൾ ഇന്നലെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കിരൺ, ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ടല്ലോ. 1500-ഓളം വിദ്യാർത്ഥികൾ ഇറാനിലുണ്ട്. ഇവരുടെ കാര്യത്തിൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഒപ്പം ഇന്നലെ വന്നിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ, ആയത്തുള്ള അലി ഖമനേയിയെ വധിക്കാൻ ഇസ്രായേൽ ആലോചിച്ചു, അതിന് അമേരിക്കയുടെ അനുവാദം തേടി, പക്ഷേ അമേരിക്ക അത് വീറ്റോ ചെയ്തു. അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അതും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ഒരു വിവരം പുറത്ത്, പക്ഷേ ഔദ്യോഗികമായി എവിടെയും അത്തരം ഒരു വിവരം അമേരിക്കയോ അല്ലെങ്കിൽ ഇറാനോ അല്ലെങ്കിൽ ഇസ്രായേലോ പറയുന്നില്ല. അമേരിക്കയോ ഇസ്രായേലോ ആണ് അക്കാര്യത്തിൽ ഔദ്യോഗികമായി പറയേണ്ടത്. അമേരിക്കയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ചില ഇന്റർനാഷണൽ ഏജൻസികൾ അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ആയത്തുള്ള ഖമേനിയെ വധിക്കാൻ തീരുമാനിച്ചതാണ്, അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ട് അത് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകളൊക്കെ ഇത്തരം യുദ്ധത്തിൻ്റെയും ഇത്തരം സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ സ്വാഭാവികമായും അത്
അതിനി അമേരിക്കയുടെ ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിൻ്റെ ഭാഗമായി അതങ്ങനെ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണോ അതോ ഇനി അങ്ങനെ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായോ, അതൊക്കെ പിന്നീട് അറിയേണ്ട യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇത്തരം വിഷയത്തിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ തന്നെ ഇസ്രയേലും ഇറാനുമായി സമാധാനത്തിലേക്ക് പോകണം, അവരൊരു സമാധാന കരാറിലേക്ക് നീങ്ങണം എന്നൊക്കെ അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രയേലിനെ എല്ലാ കാലത്തും ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരനും എല്ലാം അമേരിക്ക ആയിരിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഇറാനെ ആക്രമിച്ച വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് ബന്ധമില്ല എന്നതും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ എന്നാൽ അമേരിക്കയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായി തന്നെ ഇറാന് നേരെ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേലിന് തന്നെയാണ് തങ്ങളുടെ പിന്തുണയെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ്. എന്തായാലും അത്തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ട്രംപിൻ്റെ ഇടപെടൽ ആണ് എന്ന മട്ടിൽ അതിന് പ്രതിച്ഛായ നിർമ്മാണത്തിന് വേണ്ടിയുള്ള വാർത്തയാണോ അതോ അതിനപ്പുറത്തേക്ക് അത്തരം ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്നതൊക്കെ പിന്നീട് അറിയേണ്ട വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആ ഒരു അവസ്ഥയാണ്. 1500-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. ഉള്ള എല്ലാ ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇന്ത്യൻ എംബസി ഒരു എക്സ് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ വിവരങ്ങളെല്ലാം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ കണക്കുകൾ നമ്മുടെ എംബസിയിലും അത്തരം എത്രത്തോളം ഏകദേശം കണക്കിനപ്പുറത്തെ കൃത്യമായ കണക്കുകൾ കൂടി ലഭ്യമാകാൻ വേണ്ടിയാണ്. അവർ എവിടെയെല്ലാമാണ് ഉള്ളത് എന്ന വിവരങ്ങളുമൊക്കെ അറിയണം. എങ്കിൽ മാത്രമേ ആ രാജ്യത്ത് നിന്ന് ഇനി അടിയന്തര ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരെ മറ്റ് കരമാർഗം മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് എത്തിച്ച് അവിടെ നിന്ന് വേണം ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ. നേരത്തെ യുക്രൈനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇതാണ്, വ്യോമാതിർത്തി അടച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് ആളുകളെ മറ്റു രാജ്യത്തേക്ക് എത്തിക്കണമെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിതമായ രാജ്യാതിർത്തിയിലേക്ക് വഴി കടർത്തി അവിടെ നിന്ന് വേണം എത്തിക്കാൻ. അതിനുള്ള ശ്രമമൊക്കെ ആരംഭിച്ചിട്ട് അത്തരം നീക്കങ്ങളൊക്കെ എന്തായാലും പരിഗണനയിലുണ്ട്. എന്തായാലും അത്തരം ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി പോകുന്നതായി എവിടെയെങ്കിലും അറിയിപ്പുകൾ വന്നിട്ടില്ല. റഷ്യയുടെ ഭാഗത്തു നിന്ന് റഷ്യൻ പൗരന്മാരെ എല്ലാം അത്തരത്തിൽ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത്തരമൊരു നീക്കം റഷ്യ നടത്തുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പോരാട്ടത്തിലേക്കോ അല്ലെങ്കിൽ നാശനഷ്ടത്തിലേക്കോ ഒക്കെ നീങ്ങാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും അവിടെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ഭയചകിതരാണ്. അവരുടെ സന്ദേശങ്ങൾ വരുന്നതെല്ലാം തന്നെ അവർ ഭയപ്പെട്ട് കണ്ട് കഴിഞ്ഞ 3 ദിവസമായി ഉറങ്ങിയിട്ട് എന്നുള്ളത് അവർ പറയുന്നു. കുടിവെള്ളം തന്നെ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഭൂഗർഭ അറകളിലാണ് പലരും നിൽക്കുന്നത്. ഭൂഗർഭ അറകളിൽ പരിമിതമായ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഭയചകിതരായി നിൽക്കേണ്ട അവസ്ഥയാണ്. വീടുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ കഴിയുന്നവർ അവിടെ നിന്ന് എടുക്കുന്ന മൊബൈൽ വഴി പകർത്തിയ ദൃശ്യങ്ങൾ തന്നെ ആകാശത്ത് ഒട്ടേറെ ഈ മിസൈലുകൾ വന്ന് പതിക്കുന്നതും അതിനെ ചില മിസൈലുകളൊക്കെ ഇസ്രയേലിൻ്റെ അയൺ ഡോം ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതും ഒക്കെ കാണാം. പക്ഷേ ഇങ്ങനെ തകർത്താലും ഇടയ്ക്ക് ചില മിസൈലുകളൊക്കെ അവിടെ വന്ന് പതിക്കുന്നുണ്ട് എന്നതുകൂടി ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അത്രത്തോളം എന്തായാലും ഭയം കുട്ടികൾക്കുണ്ട്. അവരുടെ കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നുള്ള ആവശ്യമാണ് ഈ വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്റർനാഷണൽ